ഹലോ ഡിയേഴ്സ്, ഡയബറ്റീസുകാർക്കും വണ്ണക്കൂടുതലുള്ളവർക്കും കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മില്ലറ്റ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരാൾക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 1/4 കപ്പ് ചാമയരി എന്ന് പറയുന്ന ലിറ്റിൽ മില്ലറ്റ് ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ രാവിലെ എടുത്തതാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ലിറ്റിൽ മില്ലറ്റ് വളരെ ഹെൽത്തിയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഡയബറ്റീസ് കുറയ്ക്കാനുള്ള കഴിവും ഈ ലിറ്റിൽ മില്ലറ്റിനുണ്ട്. മഗ്നീഷ്യം ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ലിറ്റിൽ മില്ലറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ഈ പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് ലിറ്റിൽ മില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഒരു 7-8 മിനിറ്റ് വേവിക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുളപ്പിച്ച പയറാണ്. പയർ കൂടുതൽ മുളക്കും തോറും അതിൻ്റെ ഗുണങ്ങളും കൂടും. വിറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മില്ലറ്റ്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളപ്പിച്ച പയർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പയറാണ് ഞാൻ മുളപ്പിച്ചത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. പയർ വെന്ത് കഴിയുമ്പോൾ ഇത് വളരെ കട്ടിയായി പോകും. അതുകൊണ്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. പയർ വേകാനും ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 ടീസ്പൂൺ തേങ്ങ ഒരു ബൗളിലേക്ക് എടുക്കുക. ഇതിലേക്ക് കഞ്ഞിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണെങ്കിൽ ഈ തേങ്ങ കുറച്ചുകൂടി സോഫ്റ്റ് ആകും. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത മുളപ്പിച്ച പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞിക്ക് പറ്റിയ പാകത്തിന് വെള്ളം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തെടുക്കുക, എന്നാലേ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. തേങ്ങ ഒത്തിരി ചൂടായിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ചൂടാക്കാതെ മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മില്ലറ്റ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയുമാണ്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നാരങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള ഫുഡാണ് മില്ലറ്റ്. അതുകൊണ്ട് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ കഞ്ഞി. കഞ്ഞി ഇഷ്ടമല്ലാത്തവർക്ക് മില്ലറ്റ് കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയും കഴിക്കാം. രാവിലെ ഇഡ്ഡലി, ദോശ, പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അത് കഴിച്ചാൽ നമ്മളുടെ ഡയബറ്റിക് കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. ബോഡി വെയ്റ്റും കൂടും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.